ഈ പ്രണയത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ ചെന്ന് പെട്ടവർക്കും അത് അനുഭവിച്ചവർക്കും ഒക്കെ അതറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്നറിയോ? രാവിലെ FB തുറന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന മാനസികാരോഗ്യ ഗ്രൂപ്പിൽ ഞാൻ പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷൻ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ എന്നെ ഒരുത്തി തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വന്ന കമൻസിൽ പലതും ഞാനും ഇതേ അവസ്ഥയിൽ കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേച്ചിട്ട് പോയതങ്ങ് പോയി, പക്ഷേ അനുഭവിക്കുന്ന ഈ പുരുഷനാണ്, ഈ പയ്യനാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ടേ. ഇപ്പോഴത്തെ ഒരു ഡയലോഗാണ് തേച്ചിട്ട് പോവുക എന്നുള്ളത്. ഈ തേച്ചിട്ട് പോകുന്നവരെ സംബന്ധിച്ചേ പോകുന്നവർക്കൊരു വേദന ഉണ്ടാവില്ല കേട്ടോ. അവരവരെ പണി നോക്കി അവരുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് അങ്ങ് പോകും. ഈ തേക്കപ്പെടാൻ നിന്നു കൊടുക്കുന്ന വ്യക്തിക്കായിരിക്കും പ്രശ്നങ്ങൾ മുഴുവൻ. അതായത് അവരായിരിക്കും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഒരാൾ തേച്ചിട്ട് പോകുമ്പോൾ മറ്റേ നിൽക്കുന്ന എതിർകക്ഷിക്ക് നല്ല വിഷമം ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ പണ്ടൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്കായിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായിരുന്നു കൂടുതൽ വിഷമം. ഇതില് കരഞ്ഞുകൊണ്ട് നടക്കുന്നതും ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും മാനസിക സംഘർഷം അനുഭവിക്കുന്നതൊക്കെയും കൂടുതലും പെൺകുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് കൂടുതലും അത് ആൺകുട്ടികളിലാണ്. നമ്മുടെ പെൺകുട്ടികളൊക്കെ കുറച്ച് പുരോഗമിച്ചെന്ന് തോന്നുന്നല്ലേ? തോന്നലല്ലെന്നേ, പുരോഗമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒന്ന് ശരിക്കും വീക്ഷിച്ചു നോക്കൂ, മനസ്സിലാവും. ആദ്യത്തെ ഒരു അട്രാക്ഷന്റെ പുറത്ത് ചിലപ്പോൾ ചെന്ന് വീണെന്ന് വരും പെൺകുട്ടികൾ. കാലങ്ങൾ പോകെ അവർ ചിന്തിക്കും അവരുടെ ലൈഫിനെ പറ്റി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാ. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് സാമാന്യം ചിന്താശേഷിയൊക്കെ കൂടി വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പം അവർ ചിന്തിക്കും ഞാൻ എങ്ങനെയുള്ള ഒരാളെ കെട്ടേണ്ടത്. ഇപ്പം അവർക്കൊരു ലൈൻ, ഒരു ഇഷ്ടം ഉണ്ടെന്നിരിക്കെ തന്നെ ഇന്നൊക്കെയാണ് ഈ ലൈൻ എന്നൊക്കെ പറയുന്നത് അല്ലേ? പണ്ടൊക്കെ പ്രണയത്തിന് പരിശുദ്ധ പ്രണയം, കാമുകന്മാർ, കവിയത്രികളൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ലൈനും എക്സും ഒക്കെയാണ്. വൈയും ഇസഡും ഒക്കെ പുറകെ വരും. പ്രിയ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ആയിട്ട് പറയുകയാണേ, ഫ്രണ്ട്ഷിപ്പ് എന്താ നല്ലതാണ്, ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്തെന്ന് പറയുന്നതേ ആത്മാർത്ഥത എന്തെന്ന് അറിയാൻ വയ്യാത്ത തലമുറയാണേ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ യുഗം വന്നതോടുകൂടി വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇത്യാദി കാര്യങ്ങൾ, ഇതൊക്കും മേലെ ഉണ്ട് വേറെയും ആപ്പുകൾ. ഒരേ സമയം തന്നെ പലരെയും ഇന്നത്തെ യുവതലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈൻ ഇടിക്കാൻ പറ്റും. പലരെയും പറ്റിക്കാൻ, ചീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് സാരം. ഒരു വ്യക്തിക്ക് തന്നെ 2-3 സിം എടുത്തു കഴിഞ്ഞാൽ 2-3 വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, 2 ഫോൺ ഉണ്ടെങ്കിലൊക്കെ. ഇനി ഇൻസ്റ്റഗ്രാം ID ആണെങ്കിലും ഫേക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അതൊക്കെ മേലെയൊക്കെ ചിന്തിച്ചാൽ ആൺകുട്ടികളെക്കായും കുറച്ചും കൂടെ കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ തുടങ്ങിയിട്ടുമുണ്ട്. പണ്ടത്തെ പ്രേമമൊക്കെ മനസ്സിനകത്ത് ഒളിപ്പിച്ച് നടക്കുന്നവരായിരുന്നു അന്ന് കാലത്തെ ആളുകളെല്ലാം. ഇന്ന് കാലം മാറി പ്രേമം, ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള റൂട്ട് ശാരീരികമായുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാതെയുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ വളരെ ചുരുക്കമായിരിക്കും. ആ ബന്ധങ്ങൾ ഇന്ന് നിലനിൽക്കുകയും ചെയ്യും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരഞ്ഞാൽ ആരും അതിനെ വിലപിക്കാൻ പോകുന്നില്ല. ആ സഹതാപത്തിന് കൂട്ടിരിക്കാനും ആരും നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ തിരിച്ചറിയണം. നിങ്ങളുടെ യോഗ്യതയ്ക്ക് പറ്റിയ ബന്ധങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ ചോദിക്കും, അതെങ്ങനെ പറ്റും, പ്രേമത്തിന് കണ്ണുമൂക്കം ഉണ്ടോന്ന്? കണ്ണുമൂക്കം ഉണ്ടായില്ലെങ്കിൽ ഇങ്ങനെ അനുഭവിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഷാനിക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി, അത് അനുഭവിക്കുന്നവർക്കല്ലേ ആ വേദന അറിയുള്ളൂ. ഞാനൊരു ജീവിത യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഇല്ലാതെ ഞാനില്ല എന്നും ഞാനില്ലാതെ നീ ഇല്ല എന്നും പറയുന്ന കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ ജീവിത യാഥാർത്ഥ്യത്തോടെ എടുക്കുമ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുമ്പോൾ ശരിക്കും ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സ് കൈവിടപ്പെട്ട് പോകണോ വേണ്ടയോ എന്ന് 100,000 വട്ടം ആലോചിച്ചിട്ട് വേണം ഇറങ്ങി പുറപ്പെടാൻ. ഓർക്കുക, പണ്ട് കാലത്തെ ലീലയും നളിനിയും ഒന്നും എഴുതാൻ ഇനി അതുപോലുള്ള കഥാപാത്രങ്ങളെ കിട്ടാനും ഇനി പ്രയാസമാണെന്നുള്ള സത്യം കൂടെ നമ്മുടെ ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം.